അടുത്ത അതിഥി റെയ്ഹാന മുത്തു. ഒരു വൈറൽ ഒരു വൈറൽ താരമാണ്. ഒരു യൂട്യൂബിലൊക്കെ വളരെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മില്യൺ കണക്കിന് വ്യൂസ് ഉള്ള ഒരു സ്റ്റാർ ആണ് നമ്മുടെ അടുത്ത പ്രതിഭ എന്ന് പറയുന്നത്. പറയൂ, എന്തായിരുന്നു ഇന്ന് ഐറ്റം ഇവിടെ പെർഫോം ചെയ്തത്? അറബി ഗാനം. റിസൾട്ട് എ ഗ്രേഡ്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് മലയാളി കൈരളി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതൊന്നും അല്ല പാടാൻ പോകുന്നതെന്ന് അല്ലേ? ഒരു നല്ല തമിഴ് പാട്ട്. റെയ്ഹാന പാടുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി എനിക്ക് എത്ര കേട്ടിട്ടും ഈ പാട്ട് മതി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് 1 മാസം മുൻപ് റെയ്ഹാനയുടെ പാട്ട് ഷെയർ ചെയ്തു. അതായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടി പാടാം. ശരി. നജമാന സിഞ്ച പാവോ മുഴുസാവോ മേലെ വെതച്ച പാസോ നിഴലു പിന്നാലെ കാണോ അതുക്കോ അമ്മാടി പുതുസാ കോവം പാലേ ഇങ്ങ തേരല പായാസം കേക്കുതാ കാற்றே இங்க வீசலா காற்றாடி கேக்குதா ஓ மேல குத்தும் இல்ல நீ ஒன்னும் நானும் இல்லதே மொழி பூங்கொடி வாடி போச்சே எசடி வான்மதி பைங்கிளி ஆசை தீர வாட்டு நீ. അടിപൊളി. ഒരു മലയാളം പാട്ട് വേണം. ഇലമലക്കാടിനുള്ളിൽ ഒരു 4 മണിപ്പൂ വിരിഞ്ഞേ 4 മണിപ്പൂ അരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നേ തെന്നലുടയാട തന്നെ മണിച്ചിന്തു മൊഴിയോതി വന്നേ മെല്ലെ അതു നാടറിഞ്ഞേ വാനം ദൂരെ അതു കണ്ടുണർന്നേ അമ്മ മുകിലിനുള്ളു നിറഞ്ഞേ മഴയായി പൊഴിഞ്ഞേ. ഗ്രാൻഡ്. അതിഗംഭീരം, ഒന്നും പറയാനില്ല. അവിടെ ഫാൻസ് ഒക്കെ കൈയടിക്കുന്നുണ്ട് കേട്ടോ. ലോകം മുഴുവൻ ആരാധകരുള്ള താരമാണ്. അടിപൊളി, നല്ലൊരു പാട്ടായിരുന്നു. അടിപൊളി. ഞങ്ങളുടെ സമയം തീരുക. പക്ഷെ ഈ പറഞ്ഞ എന്താ ചെയ്യാ? പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ച് ഒരു പാട്ടോട് പാടുവോ? പാടാം. ഏത് പാട്ടാ? മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. വിറയ്ക്കുന്നു മേനി പിടയ്ക്കുന്നു ദേഹി ശമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം വിറയ്ക്കുന്നു മേനി പിടയ്ക്കുന്നു ദേഹി ശമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം ജിബ്രീൽ വന്ന് ഇഖ്റ തന്ന് ഖുർആന്റെ നൂറ് കലമിൽ തെളിഞ്ഞ് പുതപ്പിട്ടു മൂടു ഖദീജ ചേർത്തൊന്നണയ്ക്കൂ ഖദീജ. ആഹാ, ശരി.